നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജിമ മോഹൻ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കണ്ണിനടിയിലെ കറുപ്പ് കളറ് അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസ് നമുക്ക് എങ്ങനെ പെട്ടെന്ന് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. പൊതുവെ നമുക്ക് കണ്ണിനടിയിൽ വളരെ ടൈനി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ തിന്നായിട്ടുള്ള ഒരു സ്കിന്നായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിൽ വരുന്നതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഡാർക്ക് സർക്കിൾസ് കണ്ണിനടിയിൽ പ്രകടമാകുന്നത്. പലരിലും പല കാരണങ്ങളാലാണ് നമുക്ക് ഈ ഒരു ഡാർക്ക് സർക്കിൾസ് കണ്ടുവരുന്നത്. ചിലരിൽ മാനസികമായിട്ട്, അതായത് ഡിപ്രഷൻ, അതുപോലെ സ്ട്രെസ്സൊക്കെ കാരണം ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഡാർക്ക് സർക്കിൾസ് കണ്ടുവരാറുണ്ട്. സ്ലീപ്പ് ഡിസോർഡേഴ്സ്, അതായത് ചിലപ്പോൾ ഉറക്കം കൂടുതൽ കൊണ്ട് അല്ലെങ്കിൽ തീരെ ഉറക്കം ഇല്ലാത്തൊരവസ്ഥ കൊണ്ട് നമുക്ക് ഡാർക്ക് സർക്കിൾസ് വരും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എഴുന്നേൽക്കേണ്ട ഒരു അവസ്ഥയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, രാത്രിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കം ഇല്ലാത്ത ഒരാൾക്കാരാണെങ്കിൽ അവരിലും നമുക്ക് ഈ പറഞ്ഞ ഡാർക്ക് സർക്കിൾസ് കാണാറുണ്ട്. പല വൈറ്റമിൻസിൻ്റെയും അതുപോലെ പ്രോട്ടീൻസിൻ്റെയൊക്കെ കുറവ് കാരണം അങ്ങനെയും നമുക്ക് ഈ ഒരു ഡാർക്ക് സർക്കിൾസ് കാണാറുണ്ട്. കറക്റ്റായിട്ടുള്ള ഒരു ഫുഡ് അല്ലെങ്കിൽ ഒരു ഫുഡ് റുട്ടീൻ നമുക്കില്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും ചിലപ്പോൾ നമ്മുടെ കണ്ണിനടിയിൽ ഈ ഒരു കറുത്ത കളറൊക്കെ കണ്ടുവരുന്നുണ്ട്. അനീമിയ, ലൈക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഒക്കെ പോലുള്ള ചില അസുഖങ്ങളുള്ളവരിൽ അവരിലും നമുക്ക് ഈ പൊതുവെ ഈ ഒരു ഡാർക്ക് സർക്കിൾസ് കാണാൻ സാധിക്കാറുണ്ട്. ഒരുപാട് വെയിലത്തൊക്കെ പോകുന്നവരാണെങ്കിൽ അവരുടെ ആ ഒരു ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം കാരണം അതും നമ്മുടെ കണ്ണിന് ചുറ്റും ഒരു കറുപ്പ് കളറായിട്ട് മാറാറുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാരണങ്ങളോട് നമ്മുടെ കണ്ണിനടിയിൽ ഈ ഒരു കറുത്ത കളറ് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഈ ഡാർക്ക് സർക്കിൾസ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ടുള്ള വൈറ്റമിൻസും പ്രോട്ടീൻസൊക്കെ ഫുഡിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഫുഡിൽ വൈറ്റമിൻ കെ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ, അതായത് പച്ചിലക്കറികൾ, ബീട്രൂട്ട്, ക്യാരറ്റ്, കുക്കുംബർ, അങ്ങനെ വൈറ്റമിൻ കെ ഏറ്റവും കൂടുതലുള്ള ഐറ്റംസ് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റത്തത്. രണ്ടാമതായിട്ട് നമുക്ക് ചില പൊടിക്കൈകളൊക്കെ പരീക്ഷിക്കാവുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ ഇതുവരെ അങ്ങനെ അധികാരം ചെയ്തിട്ടില്ലാത്ത ഒന്നാണ് കുങ്കുമാതി ലേപം യൂസ് ചെയ്തിട്ടുള്ള മസാജ്. പൊതുവെ നമ്മൾ കുങ്കുമാതി ലേപം യൂസ് ചെയ്യുക സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട്, ഒരു ഗ്ലോ ആവാൻ വേണ്ടിയിട്ടൊക്കെ മുഖത്ത് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ പൊതുവെ നമ്മൾ മുഖത്ത് യൂസ് ചെയ്യുന്ന ഒന്നും തന്നെ നമ്മൾ കണ്ണിനടിയിലോട്ട് സാധാരണഗതിയിൽ യൂസ് ചെയ്യില്ല. പക്ഷേ ഈ ഒരു കുങ്കുമാതി ലേപം നമുക്ക് കണ്ണിനടിയിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് കുങ്കുമാതി ലേപം എടുത്തിട്ട് നമ്മുടെ കണ്ണിനടിയിൽ ഒരു 5 മിനിറ്റ് നല്ല രീതിയിൽ മസാജ് ചെയ്യുക. അതായത് മൈൽഡായിട്ട് വേണം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം ഒരു തണുത്ത വെള്ളത്തിൽ തുണിയോ അല്ലെങ്കിൽ കോട്ടണോ ഒക്കെ മുക്കിപ്പിഴിഞ്ഞ് ഈ ഒരു മസാജ് ചെയ്ത ഏരിയയിൽ നമ്മൾ കുറച്ച് സമയം ഇട്ട് കൊടുക്കുക. ഒരു മാസമൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കണ്ടുവരുന്നതാണ്. രണ്ടാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേര ജെല്ലും അതുപോലെ തക്കാളിയുടെ ജ്യൂസും മിക്സ് ചെയ്തിട്ട് അത് ഈ ഒരു ഡാർക്ക് സർക്കിൾസ് ഉള്ള ഈ ഒരു ഏരിയയിൽ നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇതും ഒരു അരമണിക്കൂറിന് ശേഷം കഴുകി കളയാവുന്നതാണ് തണുത്ത വെള്ളത്തിൽ. ഇതും ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡി തന്നെയാണ്. 1.5 മാസമോ അല്ലെങ്കിൽ 2 മാസമോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും. മറ്റൊന്നാണ് തേനും അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് അത് നമ്മുടെ കണ്ണിൻ്റെ താഴെയും അതുപോലെ കണ്ണിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നത്. 1.5 മാസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനും നമുക്ക് വളരെ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടാവുന്നതാണ്. മറ്റൊന്നാണ് തേനും അതുപോലെ തന്നെ പാലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യുക. 1 മണിക്കൂറിനൊക്കെ ശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ്. ഇങ്ങനെയുള്ള ഡാർക്ക് സർക്കിൾസ് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. താങ്ക്